ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉള്ള അച്ഛന്മാരുണ്ടാവില്ലേ, അവർക്ക് കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പ്രഗ്നൻസി പീരീഡ് അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഡെലിവറിക്ക് ശേഷം ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളെന്ന് പറയുന്നത് 2.5 വയസ്സ് വരെ, ഒരു 3 വയസ്സ് വരെ ഞാൻ പാല് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 2-2.5 വയസ്സ് വരെ ഇവള് രാത്രി ഉറങ്ങുന്ന സമയത്ത് പാല് കുടിച്ചുകൊണ്ട് രാവിലെ വരെ കിടക്കുമായിരുന്നു. നമുക്കും ഉറക്കം ശരിയാവില്ല. പിന്നെ വെറും പാല് മാത്രം, ഫുഡൊന്നും കഴിക്കില്ല, വെറും പാല് മാത്രം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരു 2.5 വയസ്സ് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു മാറ്റം വന്നു. പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി പാലുകൂടി നിർത്തിക്കോ എന്നുള്ള ഇത് വന്നപ്പോഴാണ് ഞാൻ അങ്ങ് നിർത്തിയത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രഗ്നൻസി ടൈമിലോ ഡെലിവറി ടൈമിലോ എനിക്ക് ഒന്നിനെ പറ്റിയിട്ടും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പ്രഗ്നൻ്റ് ആവുന്നു, 9 മാസം കഴിയുന്നു, പ്രസവിക്കുന്നു, കുട്ടിയെ എങ്ങനെയൊക്കെയോ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പ്രായമുള്ള കുറേ ആൾക്കാർ പറയുന്ന കുറേ പഴഞ്ചൻ രീതികളാണ് എൻ്റെ ചെവിയിലൂടെ ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിന് ഓക്കെ, ഇവരൊക്കെ കുട്ടികളെ നോക്കി വളർത്തിയ ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്തിനേക്കാൾ ഇന്ന് കുറച്ചുകൂടെ ടെക്നോളജിയൊക്കെ വളർന്നു. അതുപോലെ കുറേ സംഭവങ്ങൾ നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലുണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് അതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നത്? എന്തിനാണ്? മാർക്കറ്റിൽ ഇപ്പോൾ പല സാധനങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല, അത് കാലാകാലം നമ്മളെ കുട്ടികൾ ഇങ്ങനെ കുട്ടികളായിട്ടിരിക്കില്ലല്ലോ. അപ്പം നമുക്കത് സാധനങ്ങളൊക്കെ വേസ്റ്റായി പോകും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. കുറച്ച് കുട്ടി ഐറ്റംസ് നിങ്ങൾക്ക് കുറച്ച് സമാധാനം, അതായത് ഏറ്റവും ടഫ് പീരീഡ് എന്ന് പറയുന്നത് കുട്ടി ജനിച്ചിട്ടുള്ള കുറച്ച് മാസങ്ങളാണ് അല്ലേ. അതാണ് ഏറ്റവും ടഫ് എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. മറ്റേതും ടഫ് തന്നെയാണ്, പക്ഷേ എന്നാലും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സമയം ആ ഒരു പീരീഡാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ ഐറ്റം ഈ പാസിഫയർ ആണ് കേട്ടോ. ഈ ഒരു സംഭവം എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഫസ്റ്റ് ബേബി, അതായത് എൻ്റെ മോളുണ്ടായ സമയത്ത് ഞാൻ ഇതേ സാധനം ഒന്ന് പയറ്റി നോക്കിയായിരുന്നു. കാരണം ഫുൾ ടൈം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ ഇത് വെച്ച് കൊടുക്കുമായിരുന്നു. പക്ഷെ അവൾ അത് കുടിക്കാനേ റെഡി അല്ലായിരുന്നു, ഒക്കെ തുപ്പി ഇങ്ങനെ കളയായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ കറക്റ്റ് സാധനം ഞാൻ വാങ്ങിയില്ല. ഇത് കണ്ടോ, ഇതിന് ഷേപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം വാങ്ങിയത് ഒരു കുത്തനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ലേ, ആ സാധനമായിരുന്നു വാങ്ങിയത്. അത് അവൾക്ക് തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ അവളിങ്ങനെ തുപ്പിക്കളയായിരുന്നു. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. കഴിഞ്ഞോ? പക്ഷേ ഇത് കണ്ടോ, ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിയതിന് ശേഷം എൻ്റെ മോൻ രാത്രി പാല് നമുക്കറിയാലോ, അമ്മമാർക്ക് അറിയാലോ, കുട്ടികളെ വയറ് ഫുള്ളാവുന്നൊരു സമയം നമുക്കറിയാം. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും കുട്ടികൾക്ക് പല്ലിന് കേടെന്ന് പറയുന്നത്. അപ്പം കുട്ടികൾക്ക് വയറ് നിറച്ച് പാല് കൊടുത്തതിന് ശേഷം അവർ വെറുതെ ഇതിങ്ങനെ കടിച്ചുമാക്കുന്ന സമയത്ത് ചുമ്മാ ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം അവരത് ഇങ്ങനെ ആക്കിയിട്ട് ഉറങ്ങിപ്പോകും. അപ്പോൾ നമ്മളത് മെല്ലെ ഇങ്ങനെ എടുക്കുക. ഇത് കുറേ പേർക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ കുട്ടികളുടെ ഏത് പ്രൊഡക്റ്റും നമ്മൾ എന്ത് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകിയല്ലേ എടുക്കാറ്. അതേപോലെ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും മക്കൾക്ക് ഉണ്ടാവില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ, അതായത് ബേബീസിന് വാങ്ങുന്ന പ്രൊഡക്ട്സൊക്കെ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. കണ്ടു, ഇതിൻ്റെ ഒരു സിലിക്കോൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അവരെത്ര കടിച്ചാലും അവരെ വായിലേക്കൊന്നും പോവില്ല. ചുമ്മാ ഇങ്ങനെ നക്കിയിരിക്കാനൊരു സംഭവം അത്രേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു പ്രൊഡക്റ്റിലേക്ക് പോവാം. അടുത്തത് ഈ കാണുന്ന നെയിൽ കട്ടറാണ് കേട്ടോ.
ഇതെനിക്ക് ഒരു 5-6 മന്ത്സ് വരെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ മറ്റ് സാധാ നെയിൽ കട്ടറാണ്. പക്ഷേ ഇത് ഫസ്റ്റ് തുടക്കത്തിൽ ബേബി ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര പേടിയായിരിക്കില്ല. കുഞ്ഞു കുഞ്ഞു വിരലും കുഞ്ഞു കുഞ്ഞു നഖമൊക്കെ ആയിരിക്കില്ല. അപ്പം നമ്മൾ അയ്യോ മുറിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പം ഇതാണെങ്കിൽ നല്ല സുഖമാണ്. ഇതിൽ കുറേ ഏതൊക്കെ എന്തിനു വേണ്ടി എന്നൊക്കെയുള്ള കുറേ ഓരോ കളേഴ്സും ഓരോ ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അഡൽട്ട്സിന് വേണ്ടിയിട്ട്, പിന്നെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. വാവയ്ക്ക് ഞാൻ യൂസ് ചെയ്തത് ഈ ഓറഞ്ച് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ മറ്റേ നെയിൽ കട്ടറാണ് യൂസ് ചെയ്യാറ്. കാരണം ഇപ്പോൾ അവന് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പാലൊക്കെ കുടിക്കുന്ന സമയത്ത് ഞാൻ മെല്ലെ നെയിൽ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരാറില്ല. ഈ ഒരു നെയിൽ കട്ടർ മീഷോയിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ഒരു 500 ബിലോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് എക്സാക്റ്റ് റേറ്റ് ഓർമ്മയില്ല. പക്ഷെ ഒരു 500 ബിലോ ആണ്, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന നെയിൽ കട്ടർ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഭയങ്കര ക്യൂട്ട് നെയിൽ കട്ടറാണ്. അടുത്തൊരു പ്രൊഡക്റ്റ്, അത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മോള് ചെറുതായിരുന്നപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു സാധനമാണ്. ഇതാണ് സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മളെ കുട്ടികളുടെ തലയ്ക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി വെക്കുന്ന സേഫ്റ്റി ഹെൽമെറ്റ്, അല്ലെങ്കിൽ ഹെഡ് പ്രൊട്ടക്ടർ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. കാരണം കുട്ടികൾ പെട്ടെന്ന് തലയിടിച്ച് വീഴുമ്പം ഒന്നും പറ്റില്ല. ഇത് സംഭവം സ്പോഞ്ചാണ്, അതുകൊണ്ടൊന്നും പറ്റില്ല. ഇതെങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ തുറന്നിട്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ ഇത് വെക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോൻ്റെ കേസിലാണെങ്കിൽ 2-3 പ്രാവശ്യം വെച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വലിച്ചൂരാൻ തുടങ്ങി. പക്ഷെ ഞാനെന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇത് വെച്ച പാടെ ഞാൻ എന്തെങ്കിലും വിഷയം മാറ്റും. വേറെ എന്തെങ്കിലും അവനെ എന്തെങ്കിലും കളിക്കുന്ന ടോയ്സ് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് അതിങ്ങനെ എടുത്ത് കളിപ്പിച്ച് കാണിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊടുക്കും. അപ്പോൾ അവന് ശ്രദ്ധ അതിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ശ്രദ്ധിക്കുകയില്ല. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് കാര്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇപ്പം പിടിച്ചിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ഇത് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ഞാൻ കുറേ യൂസ് ചെയ്ത് നോക്കട്ടെ, ഇതെങ്ങനെയാണ് വെക്കാൻ സമ്മതിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആണോ, അല്ലെങ്കിൽ ഇത് വെറുതെ ആണോ ഒക്കെ ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അടുത്തൊരു പ്രൊഡക്റ്റാണ് ബനാന ടീത്തർ. ഇതിനെക്കൊണ്ടുള്ള ഉപകാരം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, എൻ്റെ മോന് 6 മന്ത് ആകുമ്പോഴാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. അതായത് പല്ല് വരുന്ന ആ സമയത്താണ് ഞാനിത് വാങ്ങിയത്. 5-6 മന്ത് ആകുമ്പോഴാണല്ലോ നമ്മളെ പല്ലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുക. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോന് ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു. എപ്പോഴും പല്ലുകൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ ഇങ്ങനെ ഇത് കണ്ടു. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ 5 മന്ത് ടു ഇപ്പോൾ എത്ര 1 വയസ്സാവാനേ ഇപ്പോഴും അവൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടത്. കുറച്ചൊരു 10-15 മിനിറ്റോളം നമുക്ക് കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത്. ഞാനിതിൻ്റെ പ്രൊമോഷനായിട്ട് ഇറങ്ങിയൊന്നുമല്ല കേട്ടോ. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഇത് ഈ സമയം വരെ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ അവൻ്റെ കയ്യിലായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നത്, ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടുവന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഏതൊരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിലും അത് അതിൻ്റേതായ വൃത്തിയിൽ കൊണ്ട് നടക്കണം. ഇടയ്ക്കിടയ്ക്ക് കഴുകിയും അങ്ങനെയൊക്കെ കൊണ്ട് നടക്കണം. കുട്ടികൾ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. ഇതെനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താട്ടോ. എവിടെ പോവാണ്? അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ ക്ലോത്ത് ഡയപ്പർ. ഇത് സൂപ്പർ ബോട്ടമിൻ്റെ ഒരു അടിപൊളി ക്ലോത്ത് ഡയപ്പറാണ്. ഇത് ഞാൻ പറയട്ടെ, നമ്മുടെ ഡയപ്പർ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ കുട്ടികൾക്ക്. അപ്പം അതിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണിത്. ഞാനിതിൻ്റെ കുറേ എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒരു 6-7 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അധികം പാമ്പേഴ്സ് യൂസ് ചെയ്യാറില്ല. അതിന് പകരം ഞാൻ ഈ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതാ ഇങ്ങനെ ഒരു പാഡ്, ഞാൻ ഇങ്ങനത്തെ കുറേ പാഡും വാങ്ങി വെച്ചിട്ടുണ്ട്.
പിന്നെ കുറേ ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ്, ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും, കുറേ നേരം കഴിഞ്ഞിട്ട് ഊരുന്നത് കാണാം. അത് ഭയങ്കര പ്രശ്നമാണ് മക്കൾക്ക്. ഒന്നാമത് ഇതൊരു ക്ലോത്താണ്, ഇതിന് ഈ യൂറിനൊക്കെ പിടിച്ച് വെക്കുന്നതിനൊരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞിട്ടും ആ കുട്ടിക്ക് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ഒരു കഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് മാറ്റാൻ ശ്രമിക്കുക നിങ്ങൾ. എന്തായാലും കുട്ടികൾ എന്തൊക്കെ വാഷ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊന്ന് വാഷ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ. അപ്പം ഇതിങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പം അല്ലാത്ത സമയം കുട്ടികൾ ഫ്രീ ആയിട്ട് നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ. അല്ലാതെ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ടൈം കൂടി കുറച്ച് സമയം ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കും. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബേബി നീ പാഡ്സ് ആണ്. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ, ഞാനിത് വാങ്ങിയതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ കൂടുതൽ ഇടാനുള്ളൊരു സമയം എനിക്ക് അവൻ തന്നിട്ടില്ല. മുട്ട കുത്താൻ തുടങ്ങുമ്പോൾ നിന്ന് തരണമല്ലോ, ഇത് ഇട്ട് കൊടുത്താൽ അവൻ പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, വലിച്ചൂരും, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നില്ല. ഇത് 2 പാക്കായിരുന്നു. ഇത് എന്തോ ഒരു ഓഫറുള്ള സമയത്ത് 100 രൂപയിലൊന്നോ 2 കിട്ടിയപ്പോൾ ഞാൻ ചുമ്മാ വാങ്ങിയതാണ്. എനിക്കത് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത്ര പ്രശ്നമൊന്നും കുട്ടികളല്ല, കുട്ടികൾ മുട്ടുകുത്തിയാണല്ലോ നടക്കുന്നത്. അപ്പം ഇത് അങ്ങനത്തെ കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ വില കുറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ പണ്ടത്തെ പോലെ ഈ ചാണകം മേകിയ നിലങ്ങളൊന്നും അല്ലല്ലോ, ഫുൾ ടൈൽസ് ആണല്ലോ. അപ്പം അത്ര വേദനയും കാര്യമൊന്നും മക്കൾക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പം ഇതിൻ്റെ ഉപയോഗം അത്ര ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആവശ്യക്കാർ വാങ്ങിക്കോളൂ, അല്ലാത്തവർ വാങ്ങണ്ട. ഇത് ഞാൻ പറയാൻ വിട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി ഒന്നായിരുന്നു. ഇതിൻ്റെ പേര് ഫ്രൂട്ട് നിബ്ബർ എന്നാണ്. ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഡയറക്റ്റായി കൊടുക്കാതെ ഇങ്ങനെ കൊടുക്കാം. അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ബേബി ബീഫ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ആവാതിരിക്കാനാണ് നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ മോളെ കേസിൽ കുറേ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ കുറേ എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മോൻ്റെ കേസിൽ കുറച്ച് അബദ്ധമാണ്. അവൻ ഇത് കെട്ടാൻ സമ്മതിക്കുന്നില്ല. എനിക്കറിയില്ല, ഇനി ഇതിപ്പം 1 വയസ്സാവാൻ പോകുന്നല്ലേ ഉള്ളൂ. ചിലപ്പം ഇത് കഴിഞ്ഞാൽ സമ്മതിക്കുമായിരിക്കും. ഞാൻ ആ പ്രതീക്ഷയിൽ ഒന്നും ആവാതെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ വാങ്ങിയതാ ഇങ്ങനത്തെ കുറേ കോട്ടൺ ക്ലോത്ത്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റാണ്, കണ്ടോ, ഇങ്ങനെ വലിയുന്ന ടൈപ്പ്, നല്ല അടിപൊളി ഒരു ക്ലോത്താണ്. ഇതുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ മോൻ ജനിച്ചപ്പോൾ വാങ്ങിയ ഒരു പാക്കാണ്, ഒരു 8 ഉള്ളൊരു പാക്കായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതായത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം, ഒരു പ്രശ്നം പറ്റില്ല. ഇത് തന്നെ കണ്ടോ, ഇത് ഞാൻ കുറേ യൂസ് ചെയ്തൊരു സാധനമാണ്. അതായത് എവിടെ പോകുമ്പോൾ എടുക്കുന്ന കേട്ടോ, സോറി, എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുന്നതാണ്. അത് അത്ര വൃത്തിയിൽ നിൽക്കുന്നത്. കുറേ എണ്ണം കുറച്ച് കഷ്ടത്തിലാണ്, എന്നാലും നല്ല ക്ലോത്താണ്. അപ്പം ഇത് കുറച്ച് വാങ്ങിയിടുന്നത് നല്ലതായിരിക്കും. ഉപയോഗമുള്ള കുറേ എണ്ണം നിങ്ങൾ കണ്ടല്ലോ. വാങ്ങിയിട്ട് ഉപയോഗം ഇല്ലാതായിപ്പോയ 2 സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നിതാ, ഇത് ഞാൻ ഓൺലൈനിൽ മക്കൾക്ക് തലയൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ തോർത്താൻ വേണ്ടിയുള്ള ഒരു ടർക്കി പോലെയുള്ള സാധനം വാങ്ങിയതായിരുന്നു. പക്ഷേ ഈ തുണി ഭയങ്കര പോക്കാണ്. ഇത് തല തോർത്താനൊന്നും പറ്റില്ല, വേറെ എന്തെങ്കിലും വെറുതെ സ്റ്റൈലാക്കി കൊണ്ടു നടക്കാം, അല്ലാതെ തല തോർത്തിയാൽ വെള്ളമൊന്നും പോകുന്നില്ല. അപ്പം ഇത് അട്ടർ ഫ്ലോപ്പായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കാണാൻ നല്ല ക്യൂട്ടാണ്, കൊണ്ടു നടക്കാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, ചുമ്മാ ഇങ്ങനെ കൊണ്ടു നടക്കാം, അത്രേ ഉള്ളൂ. അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുതാം. ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്ന സംഭവമില്ലേ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് വെച്ച് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ സാധനവും ഇങ്ങനെ വരാൻ തുടങ്ങും. ഇതിൻ്റെ ഈ നൂലുകളുണ്ടല്ലോ, അതിങ്ങനെ പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് വേസ്റ്റ് ഓഫ് മണി, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് പൗഡറേ കുട്ടികൾക്ക് ഫേസിലൊന്നും ഇട്ട് കൊടുക്കരുതെന്നാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഫേസിലൊന്നും ഇട്ട് കൊടുക്കാറില്ല. വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, 10-50 രൂപ എന്തോ ഉള്ളൂ ഇതിന്. അപ്പോൾ പിന്നെ എന്നാലും പൈസയാണല്ലോ. അപ്പം ഇതെൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ച ഒരുവിധം പ്രൊഡക്ട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ണിൽ പെട്ട കുറച്ച് ഐറ്റംസാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കും, എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. പിന്നെ എന്തെങ്കിലും കണ്ടൻറ് ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ, ഞാനത് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.